ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നൽകിയ നിർണായക പ്രഹരത്തിൽ നിന്ന് ഇപ്പോൾ മുക്തമല്ല പാകിസ്ഥാൻ. സാഹചര്യം മുതലെടുത്ത് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയാൻ ധീരമായ നീക്കങ്ങൾ നടത്തുകയാണ് ബലൂച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനം. മിർ യാർ ബലൂച്ച് ഉൾപ്പെടെയുള്ള പ്രമുഖ ബലൂച്ച് നേതാക്കൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയോടും ഐക്യരാഷ്ട്രസഭയോടും അംഗീകാരത്തിനും പിന്തുണയ്ക്കും അഭ്യർത്ഥിക്കുകയാണ് ആ നാട്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. പരമാധികാരത്തിനായുള്ള ഏകോപിത നീക്കം നടക്കുകയാണ് ബലൂചിസ്ഥാനിൽ. ബലൂച്ച് മേഖലയുടെ നിയന്ത്രണം പാകിസ്ഥാൻ ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ബലൂച്ച് അമേരിക്കൻ കോൺഗ്രസിന്റെ സെക്രട്ടറി ജനറൽ റസാഖ് ബലൂച്ച്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പോലും ഈ സാഹചര്യം സമ്മതിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ ഭയം കാരണം സൈന്യം രാത്രി പെട്രോളിംഗ് നിർത്തിയെന്നും റസാഖ് ബലൂച്ച് അവകാശപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബലൂച്ച് ആക്ടിവിസ്റ്റ് മിർ യാർ ബലൂച്ച് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ അല്ല എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പോലുള്ള ഹാഷ്ടാഗുകൾ നിർദ്ദിഷ്ട ബലൂചിസ്ഥാൻ ദേശീയ പതാകയും ഭൂപടവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാവുകയാണ്. ബലൂച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകളുണ്ട്. ബലൂച്ച് ദേശീയവാദികൾ ഒരിക്കലും പാകിസ്ഥാനെ അംഗീകരിച്ചിട്ടില്ല. ബലൂചിസ്ഥാനെ അധാർമികമായി പാകിസ്ഥാൻ പിടിച്ചെടുത്തതാണ്. പിന്നീട് പ്രവിശ്യയിലെ വാതക ധാതു സമ്പത്ത് ചൂഷണം ചെയ്യുകയും തദ്ദേശവാസികളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. നിരവധി പേരുടെ തിരോധാനങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ അസ്വസ്ഥമായ കഥകൾ അവിടെ തുടരുന്നു. മെയ് 11 പുറത്തിറക്കിയ ഒരു സന്ദേശത്തിൽ പ്രവിശ്യയിലെ പാകിസ്ഥാൻ ഭരണത്തിനെതിരായ ഓപ്പറേഷൻ ഹെറോഫിന്റെ നേട്ടങ്ങൾ വിമതർ എടുത്തു പറഞ്ഞു. അടുത്തിടെയായി 51 സ്ഥലങ്ങളിലായി നടന്ന 71 ഏകോപിത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തു. രാഷ്ട്രീയ അസ്ഥിരതയ്ക്കൊപ്പം തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന വിഭാഗത്തിൽ നിന്നും ഭീഷണിയുണ്ട്. ഖൈബർ പഖ്തൂൺഖ, സിന്ധ് തുടങ്ങിയ പ്രവിശ്യകളിലും വിമത നീക്കം ശക്തമാവുകയാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രമായ സിന്ധുദേശ് ആവശ്യപ്പെട്ട് സിന്ധ് പ്രവിശ്യയിലെ സന്നിൽ ജയ്സിന്ധ് മുത്തഹിദ മഹാസ് എന്ന സംഘടന കഴിഞ്ഞിടെ ഒരു വലിയ റാലി സംഘടിപ്പിച്ചിരുന്നു. സിന്ധുദേശ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ GM സയ്യദിന്റെ ജന്മവാർഷിക ദിനത്തിലാണ് റാലി നടന്നത്. സിന്ധുദേശിന്റെ സ്വാതന്ത്ര്യ ദിനത്തിനായി വിദേശ ഇടപെടൽ ആവശ്യപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ പ്രതിഷേധക്കാർ വഹിച്ചു. സിന്ധുദേശിന്റെ പ്രമുഖ വക്താവും JSMന്റെ നാടുകടത്തപ്പെട്ട ചെയർമാനുമായ ഷാഫി ബർഫത്ത് നിലപാട് കടുപ്പിക്കുകയാണ്. സാംസ്കാരിക പൈതൃകവും സ്വത്വവും സംരക്ഷിക്കുന്നതിന് സിന്ധുദേശിന്റെ സ്വാതന്ത്ര്യം നിർണായകമാണ്. സിന്ധുദേശിന്റെ വിമോചനത്തിലൂടെ മാത്രമേ യഥാർത്ഥ സാംസ്കാരിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയൂ എന്നും ഷാഫി ബർഫത്ത് തറപ്പിച്ചു പറയുന്നു. രാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക പോരാട്ടങ്ങൾ, സുരക്ഷാ ഭീഷണികൾ, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സങ്കീർണമായ ആഭ്യന്തര വെല്ലുവിളികളുടെ ഒരു വലയിലാണ് പാകിസ്ഥാൻ. ഈ പ്രശ്നങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പാകിസ്ഥാനിൽ അസ്ഥിരമായ ഒരു അന്തരീക്ഷത്തിന് കാരണമാകുന്നു. പാകിസ്ഥാൻ പല കഷ്ണങ്ങളാകുമെന്ന ഭീഷണിയിലാണ് എന്ന് വ്യക്തം.